ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സെക്സ് ഭാര്യയും ഭർത്താവും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുക, അല്ലാണ്ട് ബന്ധപ്പെടുമ്പോൾ കുട്ടികളുണ്ടാവണമെന്നല്ല. നാച്ചുറൽ പ്രോസസ് എന്ന് മാറി ടോട്ടലി മാറി. ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ബിഗ് ഡാമേജ് ഡൺ ടു ദി യങ് കപ്പിൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ പ്രോബ്ലം എന്താ വെച്ചാല്, കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അവർക്ക് കുട്ടികൾ വേണ്ട. അപ്പൊ അവർ പറയുന്ന കഥകൾ എങ്ങനെയാന്ന് വെച്ചാല്, ഈ ആദ്യത്തെ 3-4 വർഷം റെഗുലറായിട്ട് ദേ എൻജോയ് സെക്സ്, ദേ ഹാവ് എ ഗുഡ് സെക്ഷൽ ലൈഫ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ദാറ്റ് ടൈം ദേ അവോയ്ഡഡ് പ്രഗ്നൻസി. നൗ ദേ ആർ വെരി മച്ച് കംഫർട്ടബിൾ ഇൻ ദെയർ ലൈഫ്, അതർ ലൈഫ് സ്റ്റൈൽ. നൗ വി ആർ ട്രൈങ് ഫോർ പ്രഗ്നൻസി എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, വാട്ട് ഡു യു മീൻ ബൈ ട്രൈ? അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 14 ദിവസം കലണ്ടറിൽ കാലത്തൊട്ട് വർക്ക് ചെയ്തിട്ട് 14ാമത്തെ ദിവസം കാലത്ത് തന്നെ വൈകുന്നേരം ബന്ധപ്പെടുന്നുള്ളത് പ്രിപ്പയർ ചെയ്യണം, പ്ലാൻ ചെയ്യുന്നു. എന്തിനാ പ്ലാൻ ചെയ്യുന്ന സെക്സ് ഭാര്യയും ഭർത്താവും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. സി വാട്ട് ഹാപ്പൻസ് ഫൈനലി, ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും പ്ലാൻ ചെയ്ത് ക്ഷീണിക്കും, എന്നിട്ട് ഇവർക്ക് ബന്ധപ്പെടാൻ തന്നെ പറ്റുന്നില്ല. സി ദാറ്റ് ലൈഫ് ഹാസ് ചേഞ്ച് ലൈക്ക് ദാറ്റ്. അതാണ് ദാറ്റ് ഈസ് എ വെരി കോമൺ. അവര് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുക, അല്ലാണ്ട് ബന്ധപ്പെടുമ്പോൾ കുട്ടികളുണ്ടാവണമെന്നല്ല. നാച്ചുറൽ പ്രോസസ് എന്ന് മാറി. ടോട്ടലി മാറി. ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ബിഗ് ഡാമേജ് ഡൺ ടു ദി young couple now. Okay.